ഇനി നമുക്ക് വേറൊരു ബോർഡർ ഡിസൈൻ നോക്കാം. സിഗ്സാഗ് വെച്ചാണ് നമ്മൾ ഈ ഒരു ബോർഡർ ഡിസൈൻ ചെയ്യുന്നത്. ചുമ്മാ സിഗ്സാഗ് ഇടുവല്ല, നമ്മൾ ട്യൂബ് ബീഡ്സ് വെച്ചാണ് സിഗ്സാഗ് ഇടുന്നത്. അപ്പോൾ 2 ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് നമ്മൾ സിഗ്സാഗ് വർക്ക് ചെയ്യാൻ പോകുന്നത്. താഴത്തെ ലൈനിൽ നിന്ന് ഞാൻ കുത്തിയെടുക്കുവാണ്. എന്നിട്ട് താഴത്തെ ലൈനിൽ നിന്ന് നമുക്ക് നീഡിൽ കുത്തിപ്പൊക്കാം. ഞാൻ നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ബെല്ലിൻ്റെ നീഡിലാണ്. ചെറിയ ബീഡ്സ് അല്ലെങ്കിൽ ചെറിയ ഹോളുള്ള ബീഡ്സൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. ത്രെഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സരി ത്രെഡാണ്. നമുക്ക് മെഷീൻ ത്രെഡ് ഇട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബീഡ്സിനെ കോർത്ത ശേഷം രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ജസ്റ്റ് കുത്തി കൊടുക്കുന്നു. എന്നിട്ട് അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും കുത്തുന്നത്. അവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും കുത്തുവാണ്. എന്നിട്ട് നമ്മൾ അടുത്ത ബീഡിനെ ഇട്ട് കൊടുക്കാം. ചരിച്ച് വയ്ക്കുക. ആ ഒരു ലൈനിലേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കുത്തിയിറക്കുന്നു. ഇങ്ങനെ ഇനി ഈ ഒരു സൈഡിൽ തന്നെ കുറച്ചുകൂടെ നീക്കി നമ്മൾ ഒരു ചെയിനൂടെ എടുക്കുവാണ്. നമ്മൾ അടുത്ത ട്യൂബ് ബീഡിനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചുമ്മാ ഇപ്പോൾ നേരത്തെ ബോർഡർ ഡിസൈൻ പഠിച്ച പോലെ തന്നെ നമുക്ക് ചെറിയ ഒരു സിമ്പിൾ വർക്കായിട്ട് നമുക്ക് ഇത് മാത്രം കൊടുത്ത് നെക്കിലും സ്ലീവിലും ഇത് മാത്രം കൊടുത്താലും നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള വർക്കായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ഈ വേണമെങ്കിൽ ഇവിടുത്തെ ഓരോ ഗ്യാപ്പിലും ഒരു ബീഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ ചെയ്തു പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓരോ പേൾസ് അവിടെ അറ്റാച്ച് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അങ്ങനെ ചെയ്തു പോവാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് തയ്ച്ച ബ്ലൗസിലും ചെയ്യാവുന്നതാണ്. തയ്ച്ച ബ്ലൗസിൻ്റെ ബോർഡറിലും ഈ 2 ബോർഡർ ഡിസൈനും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കേ.